നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഉദയൻ ന്യൂസ് മലയാളം ആരംഭിക്കുകയാണ്. ആദ്യം പോകാം പ്രധാന തലക്കെട്ടുകളിലൂടെ. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട കണ്ണൂർ സ്വദേശികളുടെ സംസ്കാരം ഇന്ന്. കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം ഉച്ചയോടെ സംസ്കരിക്കും. പന്തളം സ്വദേശി ആകാശ് എസ് നായർക്ക് ഇന്ന് നാട് വിട നൽകും. പൊതുദർശനം രാവിലെ 8 മുതൽ. സംസ്ഥാനത്ത് റേഷൻ വിതരണം സമ്പന്നത്തിലേക്ക്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തിൽ സ്റ്റോക്ക് തീർന്ന റേഷൻ കടകൾ. കോവിഡ് കാലത്തെ കുടിശ്ശിക ആവശ്യപ്പെട്ട് അടുത്തയാഴ്ച മുതൽ വ്യാപാരികളും സമരത്തിലേക്ക്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ സമരം 5ാം ദിവസത്തിലേക്ക്. സമരം SFIയുടെയും വിദ്യാർത്ഥി ഐക്യസമിതിയുടെയും നേതൃത്വത്തിൽ. അധ്യാപക നിയമനവും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കണമെന്ന ആവശ്യം. ജനതാദൾ എസ് കേരള ഘടകം പുതിയ പാർട്ടി രൂപീകരിക്കും. സംസ്ഥാന നേതൃയോഗം ചൊവ്വാഴ്ച. നീക്കം CPMന്റെയും LDFിലെ ഘടകകക്ഷികളുടെയും എതിർപ്പ് പരിഗണിച്ച്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോട്ടയത്ത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ആദ്യ വരവ് ആഘോഷമാക്കാൻ BJP നേതാക്കളും പ്രവർത്തകരും. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അടക്കമുള്ളവർ സ്വീകരണ യോഗത്തിനെത്തും. സംസ്ഥാനത്തെ ക്രമസമാധാന നില ചർച്ച ചെയ്യുവാൻ പോലീസ് മേധാവിയുടെ യോഗം ഇന്ന്. സംസ്ഥാനത്തെ ഗുണ്ട അഴിഞ്ഞാട്ടവും പോലീസ് ഗുണ്ടാ ബന്ധവും പ്രധാന അജണ്ട. യോഗം രാവിലെ 10-ന് പോലീസ് ആസ്ഥാനത്ത്. 4ാം ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം. വൈകിട്ട് ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകും. 3 ദിവസങ്ങളിലായി നടക്കേണ്ട ലോക കേരള സഭ 1.5 ദിവസമായി വെട്ടിച്ചുരുക്കിയത് കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. സമാപന സമ്മേളനം ഇന്ന്. സുനിത കേജ്രിവാളിനെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ റെക്കോർഡ് ചെയ്തെന്നാണ് ആരോപണം. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗിൽ അന്വേഷണം വേണമെന്നും ആവശ്യം. അരുന്ധതി റോയിയെയും ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി. കേസ് 2010-ലെ വിവാദ പ്രസംഗത്തെ തുടർന്ന്. കേസ് പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന ആരോപണത്തിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ സേവിക്കാനുള്ള മാർപ്പാപ്പയുടെ പ്രതിബദ്ധതയെ ആദരിക്കുന്നുവെന്ന് മോദി. മാർപ്പാപ്പയെ ആലിംഗനം ചെയ്തുകൊണ്ടുള്ള ചിത്രം Xൽ പങ്കുവച്ചു. ഇറ്റലിയിലെ G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. പുറപ്പെട്ടത് ഇറ്റലിയിലെ ബ്രിൻഡിസി വിമാനത്താവളത്തിൽ നിന്ന്. ഇറ്റലിയിലെ സർക്കാരിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ചു മോദി. യൂറോകപ്പിലെ ആദ്യ മത്സരത്തിൽ ജർമ്മനിക്ക് ഗംഭീര ജയം. സ്കോട്ട്ലൻഡിനെ 1-നെതിരെ 5 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. റുഡിഗറിന്റെ സെൽഫ് ഗോൾ സ്കോട്ട്ലൻഡിന് ആശ്വാസമായി. ജമ്മു കാശ്മീരിലെ സുരക്ഷാസ്ഥിതി അവലോകനം ചെയ്ത അമിത്ഷാ. നടപടി തുടർച്ചയായുള്ള ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ. ജൂൺ 16-ന് ഉന്നതതല യോഗം ചേരുമെന്ന് റിപ്പോർട്ട്. എല്ലാവരുടെയും ക്ഷേമത്തിനും പുരോഗതിക്കും AI ഉപയോഗിക്കണമെന്ന് നരേന്ദ്രമോദി. പ്രതികരണം G7 ഉച്ചകോടിയിൽ. നിർമ്മിത ബുദ്ധിയിൽ ദേശീയ നയം രൂപപ്പെടുത്തിയ രാജ്യമാണ് ഇന്ത്യയെന്നും മോദി. ISRO മുൻ ശാസ്ത്രജ്ഞനും ചന്ദ്രയാൻ 1 മിഷൻ ഡയറക്ടറുമായിരുന്ന ശ്രീനിവാസ് ഹെഗ്ഡെ അന്തരിച്ചു. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 71 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മുംബൈ വിജയനഗറിൽ വീട് തകർന്ന് 2 മരണം. മരിച്ചത് സ്ത്രീകൾ. അപകടം 3 നിലയുള്ള വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണ്. ജാർഖണ്ഡിൽ ട്രെയിനിൽ നിന്ന് എടുത്തു ചാടുന്നതിനിടെ മറ്റൊരു ട്രെയിൻ ഇടിച്ച 3 പേർക്ക് ദാരുണാന്ത്യം. ട്രെയിനിൽ നിന്ന് ചാടിയത് തീപിടുത്തമുണ്ടായെന്ന അഭ്യൂഹത്തിന് പിന്നാലെ. അപകടത്തിൽപ്പെട്ടത് സസാറാം റാഞ്ചി ഇന്റർസിറ്റി എക്സ്പ്രസിലെ യാത്രക്കാർ.
ചാന്ദിനി ചൗക്ക് തീപിടുത്തത്തിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച്. തീപിടുത്തത്തിൽ ചാരമായത് 110 കടകൾ. കൊലപാതക കേസിൽ വിചാരണ കോടതി വധശിക്ഷ നൽകി 7 പേരെ കുറ്റവിമുക്തരാക്കി മദ്രാസ് ഹൈക്കോടതി. ജീവപര്യന്തം തടവിന് വിധിച്ച് 2 പേരെയും വെറുതെ വിട്ടു. ഹൈക്കോടതി വിധി 2013 ഡോക്ടറെ വധിച്ച കേസിൽ. യൂറോപ്പിൽ നിന്ന് അത്യാധുനിക ഡ്രഡ്ജർ വാങ്ങാൻ ഒരുങ്ങി ഗോവ ഷിപ്പ്യാർഡ്. ലക്സംബർഗിലെ ജാൻഡിനൂൾ ഗ്രൂപ്പുമായി കരാർ ഒപ്പിട്ടു. ഒപ്പിട്ടത് അത്യാധുനിക ഡ്രഡ്ജറായ ട്രിസ്റ്റോഡ്രോ കുൻഹയ്ക്ക് വേണ്ടി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 7 മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടി ഗുജറാത്തിലെ സ്മൃതിവൻ ഭൂകമ്പം മ്യൂസിയം. അംഗീകാരം നൽകിയത് യുനെസ്കോ. ആദ്യമായാണ് രാജ്യത്തെ ഒരു മ്യൂസിയം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നത് എന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ. യുദ്ധം രൂക്ഷമായ ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് കടുത്ത ക്ഷാമം. പച്ചക്കറിയും മാംസവും ഉൾപ്പെടെ കിട്ടാനില്ല. 1 കിലോ ഉള്ളിക്ക് 5000 രൂപ. അമീർ ഖാന്റെ മകൻ നായകനായ മഹാരാജ് സിനിമയ്ക്കെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഹർജി. സിനിമ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയിൽ സിനിമയിലുള്ളത് തെറ്റായ കാര്യങ്ങളെന്ന ഹർജിക്കാരൻ. T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ കാനഡ പോരാട്ടം. രാത്രി 8 മണിക്കാണ് മത്സരം. മഴ കാരണം കഴിഞ്ഞ മത്സരം നഷ്ടപ്പെട്ട കാനഡയ്ക്ക് നിർണായകം. ജയം തുടരാൻ ഇന്ത്യ. 2026 T20 ലോകകപ്പിന് യോഗ്യത നേടിയ അമേരിക്ക. അടുത്ത പതിപ്പിലേക്ക് യോഗ്യത നേടിയത് സൂപ്പർ 8-ൽ സ്ഥാനമുറപ്പിച്ചതിന് പിന്നാലെ അടുത്ത കുട്ടി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുക ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന്.